ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 1 തിമോഥെയോസ് 4 അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. 1 തിമോഥെയോസ് 4 അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ദൈവവചന ഭാഗങ്ങളാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്ന വാക്കുകളാണ് മെന്ററിങ് അല്ലെങ്കിൽ ഗ്രൂമിങ് എന്നുള്ള വാക്കുകൾ. കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ പെന്തക്കോസുകാരായ കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ റിയാലിറ്റി ഷോകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കാം. പക്ഷേ റിയാലിറ്റി ഷോകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ അറേഞ്ചേഴ്സ് ഉണ്ടാകും, അതിൻ്റെ മറുവശത്ത് അതിൻ്റെ ജഡ്ജസ് ഉണ്ടാകും. എന്നാൽ അതിനേക്കാളെല്ലാം ഉത്കണ്ഠയോടെ ഓരോ കണ്ടസ്റ്റന്റിനെയും ഓരോ മത്സരാർത്ഥിയെയും നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. അവരെ ഗ്രൂമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരാളെ ക്രമമായി വഴക്കത്തോടെ സ്വായത്തങ്ങളെ നൽകി അവരെ ഒരുക്കിയെടുക്കുന്നവരെയാണ് ഗ്രൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് CM എന്നുള്ളതിൻ്റെ ആത്യന്തികമായ ശുശ്രൂഷ സുവിശേഷീകരണമായിരിക്കുമ്പോൾ തന്നെ ആ ശുശ്രൂഷയിൽ CM വഹിക്കുന്ന വലിയ പങ്കാളിത്തത്തെ ഒരു ഗ്രൂമിംഗ് ആയിട്ടാണ് നൽകുന്നത്. ഇവിടെ ശ്രേഷ്ഠന്മാരായ ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരുണ്ട്. അവർ നമുക്ക് ഗുരുസ്ഥാനീയരാണ്. അവർ മെന്റേഴ്സായി, നയിക്കുന്നവരായി, മാർഗനിർദ്ദേശങ്ങളെ നൽകുന്നവർ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പുത്രികാ സംഘടന എന്ന നിലയ്ക്ക് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിന് ഈ കാലഘട്ടത്തിൽ ദൈവികമായ നിയോഗത്തെ നിറവേറ്റുവാൻ ആത്മനിറവോടെ നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തോടെ, വചന നിശ്ചയത്തോടെ, അകക്കാമ്പോടെ, രാഷ്ട്ര നിർമ്മിതിയിൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ വിസ്മരിക്കാതെ ദൈവസ്നേഹത്തിന്റെ തിറവിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ട ഒരു ഗ്രൂമിങ്ങിന്റെ പാകമാക്കലിന്റെ ശുശ്രൂഷയിൽ വലിയ പങ്കാളിത്തമുണ്ട് എന്ന് ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസനിലേക്കും യുവജനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രവർത്തകരിലേക്കും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എന്നുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ പേരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സാധാരണ പെന്തിക്കോസ് സംഘടനകളുടെ എല്ലാം യുവജന പ്രസ്ഥാനങ്ങളുടെ പേരിൽ പെന്തിക്കോസ് ഒരു പ്രിഫിക്സ് ആയോ ഒരു സഫിക്സ് ആയോ ഉണ്ട്. എന്നാൽ നമുക്കതില്ല. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാലഘട്ടമുണ്ട്. സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും വിസ്മരണകൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേൾഡ് വാറിന് മുമ്പായിട്ട്, യോഗമഹായുദ്ധങ്ങളുടെ കാലങ്ങൾക്കും അതിനുശേഷമായിട്ടും. ആ കാലഘട്ടത്തിൽ സുവിശേഷം ഞങ്ങളുടെ തലമുറയിൽ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഭകളെ ഭിന്നിപ്പുകളിൽ നിന്ന് അയച്ച് സഭകളെ ഐക്യ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹായ കർത്താവിന്റെ ദാസന്മാരുണ്ടായിരുന്നു. ജോൺ ആർ മോട്ടിനെ പോലെയുള്ളവർ. അവരാരംഭിച്ച സഭാ പ്രസ്ഥാനങ്ങൾക്ക്, യുവജന പ്രസ്ഥാനങ്ങൾക്ക് അവർ നൽകിയ പേര് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റ്, SCM. അങ്ങനെയുള്ള സുവിശേഷീകരണത്തെ സ്നേഹിച്ച സംഘടനകളുടെ ഒരു പിന്തുടർച്ചയാണ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്. നമ്മുടെ കാഴ്ചപ്പാട് അതാണെന്ന് ഡോക്ടർ TP എബ്രഹാം എന്നോട് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ സുവിശേഷ വിഹിത സഭകളുടെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന ലോകത്തിൽ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും, പ്രിയ എബ്രഹാം ജോസഫ് പാസ്റ്റർ പറഞ്ഞതുപോലെ, പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ സൊല്യൂഷൻ നൽകുവാൻ ദൈവം നൽകിയ ഒരു വഴി തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ രക്ഷയുടെ വഴിയാണ്. അതല്ലാതെ മറ്റൊരു വഴി ലോകം എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. അതിനെ അത്യുത്തമമായി ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം CMനെ തെരഞ്ഞെടുത്തുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ചിന്ത. നമ്മുടെ രാജ്യത്തിന് തൊട്ടടുത്ത് അയൽവക്കത്ത് ഒരു രാജ്യമുണ്ടാകും. ഞാൻ പേരുകൾ പറയാതെ പറയുന്നു. ആ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെയൊക്കെ തീർക്കാമെന്ന് ലോകത്തിന്റെ ഏറ്റവും ശക്തിയുള്ള രാജ്യവും അവരുടെ അലീഡ് ഫോഴ്സസും ചേർന്ന് യുദ്ധങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾക്ക് ശേഷം അവർ കൊണ്ടുവന്ന സംവിധാനങ്ങൾ കൊണ്ടും കഴിയുമെന്ന് അവർ കാത്തിരുന്നു. ലോകത്തിലെ ഒരു സൈനിക ശക്തി അത് ചെയ്തു നോക്കി. USSR എന്ന് വിളിക്കുന്ന റഷ്യ അഫ്ഗാനിസ്ഥാനിൽ അത് ചെയ്തു നോക്കി. അത് കാലത്തിന്റെ സീമയിൽ വിസ്മരിക്കപ്പെട്ടു പോയി. വീണ്ടും അത് ആവർത്തിക്കണമെന്ന് വിചാരിച്ച ഇന്ന് ലോകത്തിന്റെ പോലീസ് എന്ന് വിളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിനുവേണ്ടി ശ്രമിച്ചു. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് അവരുടെ ഭരണാധികാരി പറഞ്ഞു. അവിടുത്തെ സൈന്യവും അതിന്റെ ശക്തിയും പിൻവാങ്ങി. ലോകത്തിലെ മറ്റൊരു ശക്തി അതിന്റെ അധികാരം ഏറ്റെടുത്തു. ഇന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. ലോകത്തിന് മുമ്പിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ലോകത്തിന് ചരിത്രം നൽകുന്ന മാതൃക പ്രാർത്ഥനയിൽ മുട്ടുകുത്തുന്ന ശരീരങ്ങളുണ്ടെങ്കിൽ, മനസ്സുകളുണ്ടെങ്കിൽ, തലകളെ വണക്കുന്നവരുണ്ടെങ്കിൽ, സുവിശേഷ സത്യത്തിന്റെ നിർമ്മലതകളെ വിട്ടുപറയാതെ അതിനെ ചേർത്ത് നിൽക്കുവാൻ മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമം അതുല്യമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം അതുല്യമാണ്. അത് സർവസജ്ജമാണ്. അതിന്റെ പടയാളികളായി പോരാട്ടത്തിൽ നിൽക്കുവാൻ വേണ്ടിയാണ് എന്നെയും ഈ കർത്താവിന്റെ ദാസന്മാരെയും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്, ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസൻ, ഒരു മെന്ററിങ് ചെയ്യുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ട പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്.
കുഞ്ഞുങ്ങളോട് നീ ആരാകുന്നെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഒരാൾ ഞാൻ ആൺകുട്ടിയാണെന്നോ ഞാൻ പെൺകുട്ടിയാണെന്നോ പറയുവാൻ മടി കടിക്കാത്ത കാലം മാറിയിട്ട് എൻ്റെ ഐഡന്റിറ്റി എൻ്റെ ഇഷ്ടങ്ങളിലും എൻ്റെ സിദ്ധാന്തങ്ങളിലുമാണ് പറയുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിമത്തിയോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ തിമത്തിയോസിന്റെ ഐഡന്റിറ്റി ഒരു യവനായ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അന്നത്തെ തത്വചിന്തകളുടെ അടിസ്ഥാനമിടുന്ന, അന്നത്തെ സംസ്കാരങ്ങളുടെ അടിസ്ഥാനമിടുന്ന യവനായ ബാക്ക്ഗ്രൗണ്ട് തിമത്തിയോസിനുണ്ടായിരുന്നു. ഭക്തി നിർഭരമായ ഒരു പശ്ചാത്തലം തിമത്തിയോസിനുണ്ടായിരുന്നു. യഹൂദന്മാർ രക്ഷയുടെ മാർഗമെന്ന് പറഞ്ഞ യഹൂദ മാർഗത്തിന് മശിയെ കാത്തിരുന്ന രക്ഷയിക മാർഗത്തിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. അതിന്റെ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്ന് വന്ന് നല്ല സാക്ഷ്യമുള്ളവനെന്ന് പേരുള്ള തിമത്തിയോസിനെ പൗലോസ് തിരഞ്ഞെടുത്ത് മിഷണറി ദൗത്യങ്ങളിൽ കൂടെ കൊണ്ടുപോയി മിഷണറി ദൗത്യങ്ങൾ വളർത്തു. അതിന്റെ അർത്ഥം നമ്മോട് പറയുന്നത്, സുവിശേഷം നമ്മോട് പറയുന്നത്, ദൈവമക്കൾ മാതാപിതാക്കൾ അടിസ്ഥാനപരമായി അറിയണം. തലമുറയുടെ മെന്ററിംഗ് സംഭവിക്കേണ്ടത് ദൈവരാജ്യത്തോട് ചേർന്നാണ്. സഭയുടെ മെന്ററിംഗ് നടക്കണം സഭയുടെ ഉള്ളിലാണ്. അതിന്റെ സുവിശേഷത്തോട് ചേർന്നാണ്, അതിന്റെ പ്രാർത്ഥനയോട് ചേർന്നാണ്, അതിന്റെ സൺഡേ സ്കൂളിനോട് ചേർന്നാണ്, അതിന്റെ CM-നോട് ചേർന്നാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചകൾ സംഭവിക്കേണ്ടത്. അവിടെ ആത്മീക വളർച്ചയും അവിടെ ഭൗതിക വളർച്ചയും അവിടെ സയന്റിഫിക് ആയിട്ടുള്ള ഗ്രോത്തും ഒക്കെ സംഭവിക്കേണ്ടത് സഭയോട് ചേർന്നാണ്. സഭയല്ലാതെ ദൈവത്തിന് മറ്റൊരു കാര്യ പരിപാടി അതിനില്ല. അതിനുവേണ്ടി ദൈവം സ്ഥാപിക്കപ്പെട്ട മറ്റൊരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് സഭയോട് ചേർന്ന് കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയെടുക്കുവാനുള്ള ആത്മീയ കാഴ്ചപ്പാടിലേക്ക് സമൂഹം അതിലേക്ക് നമ്മൾ മടങ്ങി വരുമാറാകണം. പൗലോസ് തിമത്തിയോസിനെ തിരഞ്ഞെടുത്ത മിഷണറി യാത്രകളിൽ കൂടെ വന്ന തിമത്തിയോസിനെ ഒരു ആത്മീയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ യവന പ്രായമല്ലേ, പ്രതിസന്ധികൾ നൽകാൻ കഴിയുമോ? ഇവിടെ കർത്താവിന്റെ ദാസന്മാർ മാതാപിതാക്കളുണ്ട്, അനേക മാതാപിതാക്കളുണ്ട്. ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ന് ആൾക്കാർ പറയും ബാംഗ്ലൂരിൽ വേണ്ട, അവർ തെറ്റായി പോകും. പൗലോസിനെ നിങ്ങൾ നോക്കണം. പൗലോസ് തിരഞ്ഞെടുത്തപ്പോൾ തിമത്തിയോസിനെ ആക്കി. തിമത്തിയോസിനെ അയച്ചത് എഫെസോസിലാണ്. അധികം ഇമ്മോറാലിറ്റി ഉണ്ടായിരുന്ന, അധികം ധാർമ്മിക അധപ്പതനം ഉണ്ടായിരുന്ന, അധികം വിഗ്രഹാരാധനയുണ്ടടുത്ത് 30 വയസ്സ് തൊട്ട് മുകളിൽ നിൽക്കുമെന്ന് ചിന്തിക്കപ്പെടുന്ന തിമത്തിയോസിനെ ആക്കുന്നു. തീത്തോസിനെ ആക്കുന്നത് ക്രേത്തയിലാണ്. അവർ അസത്യവാദികളാണ്, അവർ പെരുവയറന്മാരാണ്, അവർ മടിയന്മാരാണ്. 2 യൗവനക്കാരായ സുവിശേഷകന്മാരെ പൗലോസ് മെന്റർ ചെയ്ത് വളർത്തിയെടുത്ത് ആക്കുന്നത് എളുപ്പമുള്ള സാഹചര്യങ്ങളിലല്ല, സങ്കീർണമായ സാഹചര്യങ്ങളിലാണ്. അവിടെ നിൽക്കുമ്പോൾ പൗലോസ് തിമത്തിയോസിന് നൽകുന്ന ദൈവശാസ്ത്രപരമായി ചാർജസ് എന്ന് വിളിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളുടെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പൗലോസ് തിമത്തിയോസോട് പറയുന്ന അടിസ്ഥാനപരമായ ചിന്തയിൽ പറയുക. പൗലോസ് പറയുകയാണ്, തിമത്തിയോസേ, നീ യൗവനക്കാരനാണ്, നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ യൗവനത്തെ ആരും തുച്ഛീകരിക്കരുത്. നമ്മുടെ യൗവനത്തെ തുച്ഛീകരിക്കാത്ത മാതൃകയുടെ ഉദാത്തതയുടെ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് അധികാര ശക്തികൾ എതിരായി നിന്നാലും സർവശക്തൻ നമ്മുടെ കൂടെ ഇരുന്ന് ദൗത്യങ്ങളെ നിറവേറ്റി നൽകുമെന്ന് വിശ്വസിപ്പാൻ ആത്മാവ് നമ്മളെ ഒരുക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ദാനിയേലിനെ പറ്റി നമ്മോട് പറഞ്ഞു. രാജാവിന്റെ ഭോജനങ്ങളുടെ മുമ്പിൽ നോ പറയുന്ന ദാനിയേലിന് വേണ്ടി പ്രാർത്ഥനയിൽ യേശു പറയുന്ന ഉന്നതനായ ദൈവത്തെ കാണുവാൻ നമ്മുടെ അകത്തെ കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൈവം തിരിച്ചു നൽകുമാറാകട്ടെ. പൗലോസ് തിമത്തിയോസോട് പറയുക, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തിമത്തിയോസോട് പറഞ്ഞു, തിമത്തിയോസേ, യു മസ്റ്റ് ബിക്കം എ എക്സാമ്പിൾ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ആദ്യം പറയുന്നത് ഉദാത്ത മാതൃകയാകണം. വാക്കിൽ, സംഭാഷണത്തിൽ, ഇൻ യുവർ സ്പീച്ച് ആൻഡ് ഇൻ യുവർ കോൺവെർസേഷൻ. ഈ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇന്ന് മാതാപിതാക്കളോട് പോലും വളരെ ചുരുക്കമായി സംസാരിക്കുന്ന ഒരു തലമുറ, അവരുടെ സംഭാഷണങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലെ ചാറ്റ് ലാംഗ്വേജുകളിൽ ഒതുക്കപ്പെടുന്ന ഒരു തലമുറയോട് അവരുടെ കോൺവെർസേഷനെ, അവരുടെ സംഭാഷണത്തെ ആധ്യാത്മികമാക്കണം, സ്പിരിച്വലൈസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുവാൻ വലിയ ഉത്തരവാദിത്വം CM-നുണ്ട്. ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് സയന്റിഫിക് ആയ ഒരു തലമുറയാണ്. എല്ലാ കാര്യങ്ങൾക്കും ചോദിക്കുകയും എല്ലാത്തിനും ഗൂഗിൾ ചെയ്യാമെന്നും കരുതുന്ന ഒരു തലമുറയാണ്. ആ തലമുറയ്ക്ക് നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ജ്ഞാന നിർമ്മിതി എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഫേക്ക് ന്യൂസുകളുടെയും അബദ്ധജടിലമായ ജ്ഞാന നിർമ്മിതികളുടെയും ഈ കാലഘട്ടത്തിൽ സൃഷ്ടിതാവല്ല ദൈവം എന്ന് പറയാൻ വേണ്ടി, ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി, യേശുക്രിസ്തു മനുഷ്യനായി വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അബദ്ധജടിലമായ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ അതിനെ പോളമിക്കായിട്ട് തടയേണ്ടത് തടയുവാൻ, അപ്പോളജറ്റിക്കലായിട്ട് പ്രതിരോധിക്കേണ്ടത് കെരിഗ്മാറ്റിക് ആയിട്ട് പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കുവാൻ സഭയുടെ യുവജന പ്രസ്ഥാനം ഒരുങ്ങണം. നമ്മുടെ പ്രാർത്ഥനകൾ പ്രാധാന്യമുള്ളതാണ്. വികാര നിർഭരമായ നമ്മുടെ ആത്മീയ ആരാധനകൾ നല്ലതാണ്. അതിന്
അതിനൊപ്പം തന്നെ തലമുറയുടെ തലച്ചോറിന്റെ ഉള്ളിൽ മസ്തിഷ്ക പ്രചാരണം നടത്തുവാൻ, ബ്രെയിൻ വാഷിംഗ് നടത്തുവാൻ ഒരുങ്ങി നിൽക്കുന്ന വലിയൊരു സമൂഹത്തെ വെല്ലുവിളിക്കത്തക്കവണ്ണം ആത്മശക്തിയുള്ള ഒരു സമൂഹമായി പറയണം. കർത്താവിന്റെ ദാസൻ വായിച്ച വചനത്തിൽ ദാനിയേൽ പറയുന്നൊരു വചനമുണ്ട്, സ്വപ്നങ്ങളെ പറയുവാൻ I have the skill and the ability to interpret dreams. ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ടീനേജറിന്, ഒരു യൗവനക്കാരന് എഴുന്നേറ്റ് നിന്ന് പറവാനുള്ള ശക്തിയേറിയ ആത്മനിറവുണ്ടായിരുന്നു. രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിപ്പാനുള്ള കഴിവും സാമർഥ്യവും സ്വർഗസ്വനായ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് കുഞ്ഞുങ്ങൾ ഒരു CV നൽകുമ്പോൾ, ഒരു സെറ്റ് നൽകുമ്പോൾ അവർക്ക് എല്ലാവർക്കും എഴുതി വെക്കണം. എന്റെയോ സാംസൺ പാസ്റ്ററുടെ കാലത്ത് ഞങ്ങൾ ചുമ്മാ സ്കിൽസ് ഇടുമായിരുന്നു, അതിന് താഴെ ഞങ്ങൾ എഴുതി വെക്കുമായിരുന്നു ഹോബി, റീഡിങ്, ട്രാവലിംഗ്. ഇന്നതൊന്നും അംഗീകരിക്കാത്ത ലോകമാണ്. അവിടെ സ്കിൽ സെറ്റ് ഉണ്ട്. അവിടെ ഓരോ കഴിവുകളെയും വിശദീകരിച്ച് ചെയ്യണം. സ്കിൽ സെറ്റുകൾ വേണ്ട കാലത്ത് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഇതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്തതല്ല, ഉന്നതനായ ദൈവത്തിന് അറിയാത്തതല്ല. ദാനിയേലിനെ രാജാവിന് മുകളിലേക്ക് നിയമിക്കുവാൻ അധികാരവും ആഗ്രഹവും തോന്നുന്നതിന് മുമ്പ്, അവനൊരു CAO, ഒരു അഡ്മിനിസ്ട്രേറ്ററോ, ഒരു പ്രൈം മിനിസ്റ്ററോ ആകുന്നതിന് മുമ്പ് അവന്റെ മേൽ ജ്ഞാനവും എബിലിറ്റിയും നൽകിയ ഒരു ദൈവമുണ്ട്. നമുക്ക് തലമുറകളെ വേണം. നമുക്ക് ഷാരോനിൽ തലമുറകളെ വേണം, CM തലമുറകളെ വേണം. ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തിന്റെ അധികാരങ്ങളിൽ കൂടെ നിൽക്കുന്ന ആത്മനിറവിന്റെ ഒരു തലമുറ വേണം. അതിനുവേണ്ടി പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ ആ വാക്ക് നിർത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഈ പ്രസംഗം യൂട്യൂബിൽ പോകുന്നുണ്ട്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുകയാണെന്ന് വിചാരിച്ചാൽ ഇതിനെ റെക്കോർഡ് ചെയ്യാം. നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യുവജന പ്രവർത്തകർ എന്ന നിലയ്ക്ക്, CM അംഗങ്ങൾ എന്ന നിലയ്ക്ക് വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും ദൈവകൃപയുടെ അടിസ്ഥാനമുള്ളതുമാകുവാനുള്ള വലിയ ആത്മീക തീരുമാനം നമുക്കുണ്ടാകണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് പറയുന്നു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ ഒന്ന് കുലുങ്ങിപ്പോയിട്ട്, ഒന്ന് പതറിപ്പോയിട്ട് വെറുതെ മടങ്ങി വരവിനെ അഭിനയിക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ഞാൻ രാജാവ് നിർത്തിയ ഇത്ര വലിയ വിഗ്രഹത്തിന് മുമ്പിലും ഞാൻ വണങ്ങുകയില്ല എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തിന്റെ, ആത്മധൈര്യത്തിന്റെ വാക്കുകളെ ഉള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത്. എന്റെ സമയപരിധി കൊണ്ടാണ് വാക്കിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ വേർഡ്സൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വിടുകയാണ്. നിങ്ങൾ മാതാപിതാക്കളേക്ക് ഒരു വാക്ക് മാത്രം ഞാൻ പറയുക, വല്ലപ്പോഴും ഒക്കെ മക്കളുടെ ചാറ്റുകൾ, ഇന്ന് ഫിംഗർ പ്രിന്റിന്റെയും നമ്പർ ലോക്കിന്റെയും ഒതന്റിക് ലോക്കിന്റെയും ഒക്കെ കാലമാണ്. അതിനെയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നോക്കണം. ഞാൻ പാസ്റ്റർ നിലയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇതൊക്കെ നോക്കുകയും ഇതിലൊക്കെ ഇടപെടുകയും ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന സ്വാധീനങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. CM 2 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇമ്പാക്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് എന്നുള്ളതിനെ, നമ്മുടെ പ്രോഗ്രാമുകളുടെ സ്വാധീനത്തെ നോക്കുവാൻ നമുക്ക് കഴിയണം. അതിനെ അസസ് ചെയ്യുവാൻ കഴിയുമാറാകണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസേ, നീ ജീവിതത്തിലും സ്നേഹത്തിലും മാതൃകയാകണം. ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയണം, അവിടെ ചാരിറ്റി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, ഔദാര്യമായ സ്നേഹം എന്നുള്ള പദമാണ്. അതിന് എല്ലാ വശങ്ങളും തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബഹുമാന്യരായ ശ്രേഷ്ഠരായ കർത്താവിദാസന്മാരുടെ ഉണ്ട്. നീ വിധവമാരെ കരുതുന്നതിൽ എങ്ങനെയാകണം എന്ന് തിമോത്തിയോസിന് പറഞ്ഞു നൽകുന്നുണ്ട്. നമ്മുടെ ബെനവലന്റ് ഹാർട്ട്, ഔദാര്യമായി മറ്റുള്ളവരെ കരുതുന്ന അനേക പ്രോഗ്രാമുകൾ CM പറഞ്ഞു, അത് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ എന്നെ ശ്രദ്ധയോടെ യൗവനക്കാർ കേൾക്കണം. തിമോത്തിയോസ് എന്ന യുവ ശുശ്രൂഷകനോട് പൗലോസ് പറയുകയാണ്, നീ എങ്ങനെയാണ് ശാസിക്കേണ്ടത്? നീ ഒരു മുതിർന്ന വ്യക്തിയെ ശാസിക്കുമ്പോൾ നീ പരസ്യമായി ശാസിക്കരുത്. സഭയിലെ മുതിർന്ന സഹോദരിമാരോട് നീ ഇങ്ങനെ ഇടപെടണം. സഭയിലെ ഇളയ സഹോദരിമാരോട് നീ ഇങ്ങനെ ഇടപെടണം. സഭയിൽ തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളവരെ നീ എങ്ങനെയാണ് തിരുത്തേണ്ടത്? വേദപുസ്തകത്തിന് തുല്യമായി there is no book that can teach you manners of life. ജീവിതത്തിന്റെ ക്രമങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന തത്തുല്യമായ മറ്റൊരു ഗ്രന്ഥമില്ല. നിങ്ങളേത് കോച്ചിങ് ക്ലാസ്സിൽ ആരാധനകളെ മുടക്കിയിട്ടും സൺഡേ സ്കൂളിനെ മുടക്കിയിട്ടും CM വേണ്ടെന്ന് വെച്ചിട്ടും ഏത് മാർഗനിർദ്ദേശ ലൈഫ് സ്കിൽ കോച്ചിങ് ക്ലാസ്സുകളിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ വിട്ടിട്ടും ഒരു കാര്യമില്ല. സത്യവേദ പുസ്തകം പറയുന്നത് മാർഗത്തിന്റെ ഗുണീകരണത്തിന്, ഉപദേശത്തിന്, ശാസനയ്ക്ക് പ്രയോജനമുള്ളത് ആത്മാവിന്റെ നിറവുള്ള ഈ വചനം മാത്രമാണ്. അതിലേക്ക് നമ്മുടെ തലമുറകളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവകൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമാറാകട്ടെ. തിമോത്തിയോസ് ലേഖനം 2 ലേഖനം 1 അധ്യായം എടുത്തു നോക്കണം. അവിടെ പൗലോസ് പറയുന്നുണ്ട്,
നിർഭയമായ ഹൃദയമുള്ള ശുദ്ധമായ മനസാക്ഷിയുള്ള ഒരു തിമോത്തിയോസിനെ ഞാൻ കാണുന്നു. പറഞ്ഞത് അതുപോലെ ചെയ്ത, പറഞ്ഞത് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു തിമോത്തിയോസിനെ ഓർത്ത് ഞാൻ കണ്ണീരോടെ നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുന്ന ആത്മീയ അനുഭവങ്ങളുടെ കലവറയായി മാറിയ തിമോത്തിയോസിനെ പൗലോസ് കമന്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകുമാറാകട്ടെ. അതിനുശേഷം ഞാൻ പറയുന്നത്, എന്നോട് പ്രിയ സാംസൺ പാസ്റ്റർ സുവിശേഷത്തിന്റെ ചില ചിന്തകളൊക്കെ ഞാൻ ഈ സന്ദേശം തയ്യാറാക്കുമ്പോൾ പറഞ്ഞിരുന്നു. പ്രിയ ബാബു പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസൻ തിമോത്തിയോസിനോട് പറയുക, തിമോത്തിയോസേ, നിനക്ക് ബി ആൻ എക്സാമ്പിൾ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ആത്മനിറവിൽ നീ ഒരു മാതൃകയായിരിക്കണം. തന്നോട് പറയുക, അതിന് ചേർന്ന് പറയുക, വിശ്വസ്തതയിൽ നീ ഒരു മാതൃകയായിരിക്കണം. ശുദ്ധിയിൽ, ഇൻ പ്യൂരിറ്റി, ആത്മാവുണ്ടെങ്കിൽ അവൻ വിശ്വസ്തതയിൽ മാതൃകയായിരിക്കും. പരിശുദ്ധി ആത്മാവുള്ളിലുണ്ടെങ്കിൽ അവൻ വിശുദ്ധിയിൽ മാതൃകയായിരിക്കും. പരിശുദ്ധി ആത്മാവുള്ളിലുണ്ടെങ്കിൽ അവൻ ഉപദേശത്തിൽ മാതൃകയായിരിക്കും. തിമോത്തിയോസിനോട് പറയുക, നീ കിഴവി കഥകളെയും മനുഷ്യനിർമ്മിതമായ സ്റ്റോറീസിനെയും ഒക്കെ വിട്ടിട്ട് പത്യോപദേശം പറഞ്ഞു കൊടുക്കുവാൻ, സൗണ്ട് ഡോക്ടറിൻ പറഞ്ഞു കൊടുക്കുവാൻ നിനക്ക് തയ്യാറുണ്ടാകണം. അവിടെ മാത്രം ഞാൻ ഒരു നിമിഷം നിർത്തുക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും, യു സ്റ്റഡി ആൻഡ് ബീങ് കൺവിക്റ്റഡ് ആൻഡ് ബി സ്റ്റെഡ്ഫാസ്റ്റ്, നിലനിൽക്കുക. നമ്മൾ ഇന്ന് അറിയണം, എറണാകുളം റീജിയൻ ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്യാമ്പുകളിലെല്ലാം അപ്പോളജറ്റിക്കൽ സെമിനാറിന് അനുസാർ വന്ന് നമുക്ക് എടുത്തു. എനിക്ക് സാംസൺ പാസ്റ്ററോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോളജറ്റിക്കൽ സെമിനാറിന്റെ റെസ്പോൺസ് എന്തായിരുന്നുവെന്ന്. ദൈവദാസന്മാരും ദൈവമക്കളും ഒരു നിമിഷം എന്നെ കേൾക്കണം. ഞാൻ കേട്ട റെസ്പോൺസ് അത് ടഫായിരുന്നു, ഹാർഡായിരുന്നു, ബോറായിരുന്നു എന്നൊക്കെയാണ്. എൻ്റെ കാരണം എന്നറിയാമോ? ചിന്തിക്കാൻ, ദൈവികമായത് ചിന്തിക്കാൻ നമ്മുടെ മനസ്സുകളെ പാകമാക്കുവാൻ നമുക്ക് മടിയാണ്. എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായ സമസ്യകൾക്ക് നമുക്ക് ഉത്തരങ്ങളില്ലാതെ പോകുന്നത്? സ്ത്രീയും പുരുഷനുമായി ദൈവ സൃഷ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു തത്വചിന്ത എറണാകുളത്തും തിരുവല്ലായിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ വിനിമയം ചെയ്യപ്പെടുകയും അതിനെ വ്യാപാരം ചെയ്യുന്ന ഒരു കൊമോഡിറ്റിയാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരമില്ലാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആ വാക്കുകളെ പരിശോധിച്ച് നോക്കണം. ഒറിജിനൽ ഭാഷയിൽ പറയുന്നത്, നീ അതിനെ കെയർഫുള്ളായി പഠിച്ച് അതിന്റെ ഉത്തരങ്ങളെ കണ്ടെത്തി അതിൽ ഉറച്ചു നിൽക്കണം. സിഎമ്മിനോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്. നമുക്ക് കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്റർ ഇവിടെയുണ്ട്, അനുഗ്രഹായ കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഒരു നോളജ് മേക്കിങ്ങിലേക്ക്, ദൈവിക പരിജ്ഞാനത്തിലേക്ക് വരണം. ഞാൻ ചേർന്നെഴുതി വെച്ച വചനം മാത്രം ഞാൻ പറയുന്നു. യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നു, ഉയരത്തുള്ള ജ്ഞാനം അത് ശാന്തമാണ്, അത് നിർമ്മലതയാണ്, അത് സൗമ്യതയാണ്, അത് സഹനമാണ്, അത് പോരാട്ടങ്ങളില്ലാത്തതാണ്, അത് നിത്യജീവന സന്തോഷം വരെ കൊണ്ടെത്തിക്കുന്നതാണ്. പൗലോസിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ആ ജ്ഞാനത്തിന് നിറവ് നിങ്ങളുടെ മേലുണ്ടാകണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഡോണ്ട് ഹേറ്റ് ഗോഡ്ലി ഇന്റലക്ട്, ദൈവികമായ ജ്ഞാനത്തെ, അതിന്റെ ജ്ഞാന നിർമ്മിതിയെ നമ്മൾ ഒരിക്കലും അവഗണിച്ച് കളയരുത്. അതിലേക്ക് തലമുറകളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകുമാറാകണം. പൗലോസ് തിമോത്തിയോസിനോട് അവസാനം പറഞ്ഞു കൊടുക്കുന്നത് ഒരു മോറൽ ഇന്റഗ്രിറ്റിയാണ്. പൗലോസ് പറയുമ്പോൾ തിമോത്തിയോസ് എഫെസോസിലാണ്. അനുസരണക്കേടുടെ മക്കളെ പറ്റി എഫേസ് ലേഖനം 2:1 നമ്മൾ വായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ടെമ്പിൾസിന് നൽകി, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് പോലെ നൽകി. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ ഐഡന്റിറ്റിയെ അറിയാതെ ഇരുന്ന് അവരെ അൺവാണ്ടഡ് ചിൽഡ്രനായി, ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളായി കരുതിയ തലമുറ എഫെസോസിലുണ്ടായിരുന്നു. അതിലേക്ക് യൗവനക്കാരനായ ഒരു കർത്താവിന്റെ ദാസനെ നിയമിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, മെന്റർഷിപ്പിന് ഫോളോ അപ്പ് ചെയ്യാനില്ലാത്തവർ അവിടെയുണ്ട്. സിഎം അറിയണം. തകർന്ന കുടുംബങ്ങൾ നമുക്കുണ്ട്, അമ്മമാരില്ലാത്ത കുടുംബങ്ങളുണ്ട്, അപ്പന്മാരില്ലാത്ത കുടുംബങ്ങളുണ്ട്. ഫോളോ അപ്പുകൾ എൻഡ് ചെയ്ത് പോകുന്ന ഒരു പെനാൽറ്റിമേറ്റ് പോയിന്റ് അപ്പുറം പോകാത്ത തലമുറകൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് മെന്ററിങ്ങിലുള്ളത്. മാതാവും പിതാവും ആകുവാൻ, സഹോദരനും സഹോദരിയുമാകുവാൻ, സ്നേഹ സമ്പന്നതയുടെ അടിസ്ഥാനങ്ങളായി മാറുവാൻ വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ എൻ്റെ വായനകളുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ 2 തിമോത്തിയോസ് 3 ലേഖനം എടുത്തു നോക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന വാക്ക്, തിമോത്തിയോസേ, നീ എൻ്റെ ഉപദേശം, എൻ്റെ ജീവിതം, എനിക്കുണ്ടായ ഉപദ്രവങ്ങൾ, ഞാൻ വാക്കുകൾ ചുരുക്കി പാരഫ്രൈസ് ചെയ്ത് പറയുന്നു, എല്ലാം നീ കണ്ടിരിക്കുന്നു. ഞാനൊരു പാസ്റ്ററാണ്, സിഎമ്മിന്റെ ഭാഗമായുള്ള ഒരാളാണ്. സിഎമ്മിന്റെ ലീഡർഷിപ്പിന് അതിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും ഒരു തലമുറയെ മുൻനിർത്തി പറയാൻ കഴിയണം, യു ഹാവ് സീൻ അവർ ലൈഫ്, യു ഹാവ് സീൻ അവർ ഡോക്ട്രിൻ, യു ഹാവ് സീൻ അവർ പ്രീച്ചിങ്, യു ഹാവ് സീൻ അവർ സഫറിങ്സ്.
അവസാനത്തെ വാക്കിൽ ഞാൻ ഊന്നൽ നൽകുകയാണ്. കഷ്ടത വേണ്ട എന്ന് പറയുന്ന അതിന് സഹനശക്തി ഇല്ലാത്ത ഈ തലമുറയെ സുവിശേഷത്തിന്റെ കഷ്ടതയ്ക്ക് ഒരുക്കം നൽകുവാൻ മിഷണറി യാത്രകൾ നടത്തുവാൻ സിയം ഒരുങ്ങുമ്പോൾ അതിന്റെ ആകത്തുകകൾ പറയണം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഈ ലോകത്തിൽ കഷ്ടമനുഭവിച്ചാൽ ക്രിസ്തുവിന്റെ നാളിൽ ഘോഷിച്ചുല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്ന് പറയുന്ന ആ നാളിനായി തലമുറകളെ ഒരുക്കുവാൻ നമുക്ക് ദൈവകൃപയുണ്ടാകുമാറാകണം. സകല മനുഷ്യരും ദുഷ്ടമുള്ളവർ എന്ന് പറഞ്ഞ കാലത്ത് ഉറച്ചു നിന്ന നോഹയെ പോലെ സകലരും ആത്മീയ പരാജയത്തിന്റെ അടിസ്ഥാനമാകുന്ന രഹസ്യമുറിയിലെ പാപത്തിൽ പാപം ചെയ്തെന്ന് പറഞ്ഞ ജോസഫിനെ പോലെ, സുവിശേഷത്തിന് ചെങ്ങലകളിൽ എന്ന് പറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ച പൗലോസിനെ പോലെ, സുവിശേഷത്തിന് ശിരസ് വെച്ചു കൊടുത്ത അക്കുല്ലായെയും പ്രിസ്കില്ലായെയും ഫേബയെയും പോലെ അനേകരെ ഒരുക്കുവാൻ സിയമിനെ ദൈവം ഒരുക്കുമാറാകട്ടെ. Let us be the model and let us create a generation to follow. നമുക്ക് മാതൃകയുള്ളവരാകാം, മാർഗനിർദ്ദേശങ്ങൾ നൽകാം, സായത്തമുള്ളവരായി മാറി ഒരു തലമുറയെ അങ്ങനെ നടത്തുവാൻ ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പറയാൻ കഴിയുമോ? ഞാൻ ഈ വചനത്തെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഇവിടെ മാതാപിതാക്കളുണ്ട്, യൗവന തലമുറയുണ്ട്, നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ മാതൃകയുള്ളവരായി തീരുവാൻ എനിക്ക് കൃപ നൽകുമാറാകണമേ. കർത്താവേ, ആത്മാവിന്റെ നിറവോടെ ജീവിത വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, ഉപദേശത്തിൽ ഉറപ്പും നിശ്ചയമുള്ളവനായി തീരുവാൻ എന്നെ ഒരുക്കുമാറാകണം. നമുക്ക് പറയാൻ കഴിയുമോ? ധാർമ്മികമായി ഏറ്റവും അധപ്പതനമുള്ള ബന്ധനങ്ങളുടെ രഹസ്യത്തെയും പൗത്രതയും സൂക്ഷിക്കാത്ത ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങളെ അതിനൊരുക്കുമാറാകണം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? തിമോത്തിയോസിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു, ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എഫെസോസിന്റെ അധാർമികതയുടെ നടുവിൽ ക്രിസ്തുവിന്റെ സഭയെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ലെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സഭയെയും അതിന്റെ കൊടിയെയും ഉയർത്തി നിർത്തുവാൻ യൗവനക്കാരനായ തിമോത്തിയോസിന് കഴിഞ്ഞു. നമ്മുടെ രാജ്യം ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ദൈവം നൽകിയിരിക്കുന്നത് നമ്മുടെ കരങ്ങളിലാണെന്നുള്ള ഉറപ്പോടെ, നിശ്ചയത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മനിറവോടെ അതിനായി ഒരുങ്ങാം. സിഎമ്മിന്റെ ഈ കമ്മിറ്റിക്ക് അടുത്ത 2 വർഷങ്ങൾ മുഴുവൻ പ്രാർത്ഥനയിൽ, സുശേഷീകരണത്തിൽ, വിശ്വസ്തതയിൽ, മാതൃകയിൽ മുന്നേറുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ.